വേസ്റ്റ് ലൈഫ് എന്നാണ് പറയാം. നട്ട് ലൈഫ് എന്നല്ല. സിംബുവിന്റെ ക്യാരക്ടർ കുഴപ്പമില്ലായിരുന്നു. കമലഹാസന്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെ, ഫസ്റ്റ് ഹാഫ് അറ്റ്ലീസ്റ്റ് നമുക്ക് മെച്ചപ്പെടായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര വെറുപ്പിലായിരുന്നു. കുറെ സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കര കണ്ടുപറ സിനിമ വിവേകത്തിന്റെ ഒക്കെ കുറച്ചൊന്നും പോലെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഗ്രേറ്റ് എസ്കേപ്പ് ദുൽഖർ സൽമാൻ എന്നതിന് പറയണം. അതേ എന്റെ ഇഷ്ടപ്പെട്ടു. ഒരു 2.25 മണിക്കൂർ നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ട് തീർത്ത പരിപാടിയായി പോയി. ഒന്നുമില്ല പടത്തിൽ. പക്ഷെ കഥ ഈ നായകൻ തൊട്ട് ചെക്ക ചിവന്തമനം വരെയുള്ള എല്ലാ നമ്മൾ കണ്ടുപടത്ത എന്താണോ എല്ലാം ഈ പടത്തിലുണ്ട്. ഒന്നുമില്ല. കാരണം നമുക്ക് നല്ലതാണെന്ന് പറയാൻ എന്തെങ്കിലും തോന്നണ്ടേ? പഴയ അതേ സ്റ്റോറി നമ്മൾ കണ്ടു പറഞ്ഞ അതിന് പുതിയ മോഡലിൽ ഡിസൈനുള്ള കുപ്പികളിലാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതേപോലെ ഉണ്ട്. വേറെ ഒന്നുമില്ല പടത്തിൽ. മണ്ഡലത്തിന്റെ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ദുൽഖറിന്റെ ഏറ്റവും വലിയ രക്ഷപ്പെടൽ എന്ന് വേണം പറയാൻ. ആ ലെവലിലാണ്. കാരണം ദുൽഖറാണ് ചെയ്തതെങ്കിൽ ഇപ്പൊ ഒരു കൊന്നയും ട്രോളി. ഒരു ഫാൻ എന്ന രീതിയിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി പോയി. ടോട്ടൽ ഇമ്പാക്റ്റ് വളരെ നല്ലതാണ്. സ്റ്റണ്ട് ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ മികവുറ്റതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബെസ്റ്റ് മൂവി. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി കമലഹാസന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റിയലി ഗ്രേറ്റ്. ആവറേജ് പടത്തിൽ എടുത്തു പറയാനൊന്നുമില്ലേ? അങ്ങനെ ഒന്നുമില്ല. സ്റ്റോറിയൊക്കെ ഭയങ്കര എടുത്തു വെച്ചിട്ടുള്ള നേരത്തെ ഉള്ള സ്റ്റോറിയൊക്കെ തന്നെയാണ്. വേസ്റ്റ് ലൈഫ് എന്നാണ് പറയാം. നട്ട് ലൈഫ് എന്നല്ല. കാരണം നമുക്ക് തീർത്ത് നിരാശയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് മണ്ഡലത്തിന്റെ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ദുൽഖറിന്റെ ഏറ്റവും വലിയ രക്ഷപ്പെടൽ എന്ന് വേണം പറയാൻ. ആ ലെവലിലാണ്. കാരണം ദുൽഖറാണ് ചെയ്തതെങ്കിൽ ഇപ്പൊ ഒരു കൊന്നയും ട്രോളി. ഒരു ഫാമിലി സൂപ്പർ സ്റ്റാറായിട്ട് ഈ പടത്തിലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന് സിംബു ഒന്ന് തല വെച്ച് കൊടുത്തതാണ്. ഒന്നും പറയാനില്ല. കാരണം നമ്മൾ മണ്ഡലത്തിന്റെ ആ ഒരു പടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഇത് മേക്കിംഗ് കാര്യങ്ങളുണ്ട്. തൃശ്ശൂരൊക്കെ ഏറ്റവും വേസ്റ്റ് റോളാണ്. പടത്തിൽ ഒന്നുമില്ല. ക്ലൈമാക്സ് കണ്ടം കാട്ടിക്കൊണ്ട് മുണ്ടും മടക്കിയിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ തിയേറ്റർ മൊത്തം ചിരിയായിരുന്നു. വേസ്റ്റ് ലൈഫ് തന്നെയാണ് പറയാം. ഒന്നും പറയാനില്ല. ഭയങ്കര ഒന്നുമില്ല. കാരണം നമുക്ക് നല്ലതാണെന്ന് പറയാൻ എന്തെങ്കിലും തോന്നണ്ടേ? പഴയ അതേ സ്റ്റോറി നമ്മൾ കണ്ടു പറഞ്ഞ അതിന് പുതിയ മോഡലിൽ ഡിസൈനുള്ള കുപ്പികളിലാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതേപോലെ ഉണ്ട്. വേറെ ഒന്നുമില്ല പടത്തിൽ. ഭയങ്കര മോശം. നമുക്ക് പറയാനൊന്നുമില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര നിരാശ, വിഷമമാണ്. കാരണം മലയാളത്തിന്റെ പടം ഇത്രയും മോശം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ റേഞ്ചിൽ വന്നതുകൊണ്ട് വിഷമമുണ്ട്. പടം കാര്യമില്ല കേട്ടോ. സ്ഥിരം കണ്ടു മറന്ന അതേ ടെംപ്ലേറ്റിലുള്ളൊരു മണിരത്നം പടം. വേറെ പ്രത്യേകിച്ച് നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഒന്നുമില്ല പടത്തിൽ. ഒരു 2.25 മണിക്കൂർ നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ട് തീർത്ത പരിപാടിയായി പോയി. ഒന്നുമില്ല പടത്തിൽ. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി പോയി പടം കണ്ടപ്പോൾ. ഭയങ്കര എന്താണെന്ന് വെച്ചാൽ നമ്മള് കുറച്ച് റഹ്മാൻ അല്ലെങ്കിൽ മൈലക്ഷണത്തിന്റെ ഒരു എക്സ്പ്രഷൻ വന്നു. അതൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. ഒരു എന്താ പറയാ, സിംബുവിന്റെ ക്യാരക്ടർ കുഴപ്പമില്ലായിരുന്നു. കമലഹാസന്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെ, ഫസ്റ്റ് ഹാഫ് അറ്റ്ലീസ്റ്റ് നമുക്ക് മെച്ചപ്പെടായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര വെറുപ്പിലായിരുന്നു. കുറെ സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കര കണ്ടുപറ സിനിമ വിവേകത്തിന്റെ ഒക്കെ കുറച്ചൊന്നും പോലെ ഉണ്ടായിരുന്നു. മണിരത്നത്തിന്റെ സ്ഥിരമുള്ള ചെക്കാ ചുവന്ന വാനം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനമാണ്. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഒരു കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ്. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഞാൻ കാണുമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടി അങ്ങനത്തെ അല്ല പ്രതീക്ഷിച്ചത്. മണിരത്നത്തിന്റെ സ്ഥിരം ഫാനാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വർക്ക് പോലെ തോന്നിയില്ല. ഭയങ്കര ഒന്നും ഇമ്പാക്റ്റ് ഉണ്ടായില്ല. ഇപ്പം ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സ് മാത്രമാണ് കുറച്ചെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനം. പക്ഷെ അത് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പുള്ള സീൻസ് അത്രയ്ക്കും കിടിലായിരിക്കണം. അത് ഇതിലില്ല. അതാണ് പ്രശ്നം. അപ്പം ലാസ്റ്റത്തെ ഫൈറ്റ് നമുക്കൊന്നും തോന്നിയില്ല. അപ്പം അത് ഒരു ഫാൻ എന്ന രീതിയിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി പോയി. AR റഹ്മാന്റെ നോക്കിക്കഴിഞ്ഞാലും ചിലത് കൊള്ളാം, ചിലത് എന്തോ പോലെയാണ് തോന്നിയത്. അത്ര പിന്നെ സിംബു ആസ് യൂഷ്വൽ തന്നെ. സത്യം പറഞ്ഞാൽ ഗ്രേറ്റ് എസ്കേപ്പ് ദുൽഖർ സൽമാൻ എന്നതിന് പറയണം. അതേ എന്റെ ഇഷ്ടപ്പെട്ടു. കഥ പോരാട്ടോ. കഥയാണ് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നത്. ബാക്കി മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം, അഭിനയിച്ച എല്ലാ ആൾക്കാരും പെർഫോമൻസ് കൊള്ളാം. പക്ഷെ കഥ ഈ നായകൻ തൊട്ട് ചെക്ക ചിവന്തമനം വരെയുള്ള എല്ലാ നമ്മൾ കണ്ടുപടത്ത എന്താണോ എല്ലാം ഈ പടത്തിലുണ്ട്. നമുക്ക് ഇതിൽ പുതുമയൊന്നുമില്ല. നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കാൻ പോകുന്നത്, സെക്കൻഡ് ഹാഫ് എന്താണ്, ക്ലൈമാക്സ് ഉൾപ്പെടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വലിയൊരു ഇതില്ല. ഒരു ആവറേജ് ബിലാവറേജ് എക്സ്പീരിയൻസ് ആണ്. കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരുമാതിരി ഇല്ലാണ്ട മണിരത്നം പടമാണെന്ന് ശരിക്കും കൊള്ളാം. ഈ കഥയാണ് അങ്ങ് വില്ലനായി പോയത്. ഒരുമാതിരി നെഗറ്റീവാണ്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആകുന്നത്. ലൈക്ക് എന്താ പറയുക, നമുക്ക് നല്ലൊരു പടത്തിലെ മേക്കിംഗ് കൊള്ളാം. ബീച്ചും വോയിസായാലും മേക്കിംഗ് വോയിസായാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കുറച്ച് നന്നായിരുന്നു. മെയിനായിട്ടൊരു പ്രശ്നം തോന്നിയ ലൈക്ക് സ്ക്രിപ്റ്റിന്റെയും സ്റ്റോറിയുടെ മാത്രമാണ് ലൈക്ക് ഒരു മേജർ ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. നമുക്ക് അടുത്ത സീൻ എന്താണ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. അത് മാത്രമാണ് കുറച്ചൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗാണ്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. അതേസമയം സെക്കൻഡ് ഹാഫ് പോകുമ്പോൾ ലൈക്ക് ഇതാണ് കഥ, നമുക്ക് കാര്യം മനസ്സിലായി. അങ്ങോട്ട് പിന്നെ വലിയ ട്വിസ്റ്റ് ഒന്നും തോന്നിയില്ല. വാട്ട് ട്രെയിലർ എന്ത് കാണുമ്പോൾ അതാണ് മെയിനായിട്ട് പടത്തിലോട്ട് വരുന്നത്.
അല്ലാതെ വലിയ ട്വിസ്റ്റ് ആയിട്ടോ സസ്പെൻസ് ആയിട്ടോ ഒന്നുമില്ല. മണ്ടേ തന്നെ മേക്കിംഗ് കൊള്ളാം, BGM കൊള്ളാം. അത് നല്ല നമ്മൾ വിചാരിച്ച എത്ര തന്നെ വന്നിട്ടുള്ളത്.